ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കണയൻ മീനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കണയൻ മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടത്. ഇത് കട്ട് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് ഇട്ടത്. ഞാനെങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. മീൻ തോലറിഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആ ഒരു ഭാഗം മുള്ളു പോലെ ഉണ്ടാവും കേട്ടോ. കട്ട് ചെയ്യാൻ ഇച്ചിരി പണിയെടുക്കും. അതിന് ശേഷം മൂർച്ച തന്നെ വേണം കേട്ടോ കത്തിക്ക്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം. കാരണം കത്തി പാളിപ്പോയാൽ കൈമേലേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എളുപ്പമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ. പക്ഷേ മൂർച്ചയുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ ഒരു മീനിന് കണയൻ എന്നാണ് കേട്ടോ പറയുക. ചിലവർ മങ്കട എന്ന് പറയുന്നവരുണ്ട്, വെങ്കട എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പേരൊക്കെ കേൾക്കുന്നത്. നമ്മളിവിടെ കണയൻ എന്ന് മാത്രമാണ് പറയുക, കൊയിലാണ്ടി ഭാഗത്തൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ഈ ഒരു മീനിന് പേര് പറയാമെന്നൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ഈ ഒരു മീനിൻ്റെ പുതിയ പുതിയ പേരുകളൊന്നും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ഒരു ചെളുക്കല്ല, ആ ഒരു ചിറക് ഭാഗം അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തലഭാഗമില്ലേ, ഇതേപോലെ ആണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ കത്രിക വെച്ച് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ എന്താ പറയുക, അതുകൊണ്ട് നമ്മൾ ഉരുളും. പക്ഷേ ഇത് വലിയ വലിയ പീഡിയക്കാർക്കൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. നമ്മളെപ്പോലെ വീട്ടമ്മമാരൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതേപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗവും ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ നമ്മളെ പൂവും കാര്യങ്ങളൊക്കെ ഇതേപോലെ തോണ്ടിയും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള തോലിന് നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ തോല് ഭാഗം ഇതേപോലെ ഒന്ന് നമ്മൾ വരട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പുതിയ ചാനൽ തുടങ്ങിയാണ്. ഞാൻ 2-3 വീഡിയോ ഇട്ടിക്ക്, പക്ഷേ കുറച്ചൊന്നുകൂടി അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടുകാരാന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നമ്മളെ കണേന് ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലി ഭാഗം എന്നിട്ട് ഇതേപോലെ വലിച്ചു കൊടുത്താൽ ആ തോല് ഭാഗം ഇങ്ങ് പോരും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങ് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. ആ ഒരു വരട്ട് കൊടുത്തിട്ട് നമ്മൾ തോല് ഇങ്ങനെ നീക്കി കൊണ്ടുവന്നിട്ട് താഴോട്ടേക്ക് വലിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് മറ്റേ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറ്റേ തൊലി ഭാഗം കട്ട് ചെയ്യരുത് കേട്ടോ. തൊലി ഭാഗത്തിൻ്റെ അവിടുന്ന് ഇറച്ചി ഭാഗം നമ്മളിങ്ങനെ നീക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം വലിച്ചെടുത്തതുപോലെ തന്നെ ആ ഭാഗവും വലിച്ചെടുക്കുക കേട്ടോ. ഒരു പണിയില്ല കേട്ടോ. ഇത് എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചിലവർക്കിത് അറിയില്ല കേട്ടോ, ഈ ഒരു മീൻ എങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പം വാങ്ങാണ്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും ഇത് കട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് മീനും കട്ട് ചെയ്ത് നമുക്ക് മുളപ്പെട്ടോണം പോവാം കേട്ടോ, കറിയൊക്കെ വെക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു മീനുകൊണ്ട് നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു കണേന്. അപ്പോൾ ബിരിയാണി വെക്കാന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ബിരിയാണി. അതുപോലെ തന്നെ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതുപോലെ തന്നെ കോഴിയട ഉണ്ടാക്കുന്ന പോലത്തെ മസാല ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ മൈദ പരത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് പണ്ടം വെച്ചിട്ട് മടക്കിയിട്ട് പൊരിച്ചൊക്കെ എടുക്കും കേട്ടോ. നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതിനെ കൊണ്ട്. നല്ല മീനാണ് ഇത്. പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ വെറും ഇറച്ചി മാതിരി ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ മുള്ളു ഭാഗം ഒഴിവാക്കിയിട്ട് ഈ ഒരു ഇറച്ചി ഭാഗം മാത്രം എടുത്തിട്ട് നമുക്ക് അടയും സമൂസയും എല്ലാം ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു മീനോട്. ഞാനിപ്പോൾ ഇതുപോലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒരു 5 കഷ്ണം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള പീസാണ്. ഞാൻ ചെറിയ പീസൊന്നും ആക്കിയില്ല, വലിയ കഷ്ണം തന്നെ മതി.
ഇനിയിപ്പോൾ വേറൊരു മീനും കൂടി ഉണ്ട് കേട്ടോ, തിണ്ടാന്ന് കേട്ടോ ഇവിടെ നമ്മൾ പറയുക. നിങ്ങളെന്താ ഇതിന് പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പേര് വേറൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് കഴിയും കേട്ടോ ഈ ഒരു മീൻ ക്ലീനാക്കാൻ. നല്ല ഇറച്ചിയുള്ള മീനും കൂടിയാണ്. അപ്പോൾ ഇതേപോലെ ഇതിന് നല്ല തൂളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ തൂളി നല്ലോണം ഒന്ന് പരട്ടി കളഞ്ഞിട്ട് ഈ സൈഡ് ഭാഗത്ത് ഉള്ള ഒരു ചിറകില്ലേ അതൊക്കെ വെട്ടി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നൊരു മീനും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തല എടുക്കുന്നില്ല, തലഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ വാലിൻ്റെ ആ ഭാഗത്ത് ഒഴിവാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മറ്റേ കണേന് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കണേന് കറി തേങ്ങ അരച്ചൊക്കെ വെക്കുക വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കറിയൊക്കെ വെക്കാൻ ഞാനിപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 എണ്ണമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് മതി, നമ്മളത്ര ഉള്ളൂ ആൾ. അപ്പോൾ അത് മതിയാവും. 2 എണ്ണം പൊരിച്ചിട്ട് 4 പീസാക്കിയിട്ട് നമ്മൾ വെക്കും.